എത്ര മുട്ടയാണ് നോക്കി അതിൻ്റെ ഇടയ്ക്ക് എല്ലാം വിരിഞ്ഞു പോയതാണോ? വരും മണം കിട്ടുമെന്നും കിട്ടുകയെന്നും പറയുന്നത് കേൾക്കാമല്ലോ. ആ ഹാ ഹാ നമ്മുടെ ഫോറസ്റ്റ് വരുന്നുണ്ട്. ഒരു ടിന്ന് തരാമോ? ടിന്നുണ്ടോ? പ്ലാസ്റ്റിക് ടിന്ന്. ആ ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഫോറസ്റ്റുകാർ വന്ന് പാമ്പ് പിടിക്കുന്ന ഭാഗമാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഒരു 11 മണിയായപ്പോഴാണ് നമ്മൾ പാമ്പിനെ കാണുന്നത്. ഇതാ ഇപ്പോൾ അവരായിരിക്കുന്ന ഭാഗത്തൊരു പ്ലാസ്റ്റിക് ചാക്കിരിപ്പുണ്ടായിരുന്നു. ആ ചാക്കിൻ്റെ അടിയിൽ നിന്നാണ് ആദ്യം 4 പാമ്പിനെ നമുക്ക് കിട്ടുന്നത്. ആ 4 പാമ്പിനെ മമ്മി കണ്ടു പെട്ടെന്ന് തന്നെ വിളിച്ചു. അങ്ങനെ ആ 4 പാമ്പാണ് ഈ കിടക്കുന്നത് കേട്ടോ. അവർ കണ്ടിട്ട് ആദ്യം പറഞ്ഞത് കാട്ടുപാമ്പാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ മമ്മിയോട് പറഞ്ഞു നമുക്കതിനെ കൊല്ലണ്ട എന്ന് പറഞ്ഞു. അവരെ നമുക്ക് വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫോറസ്റ്റുകാരെ വിളിച്ചു. അപ്പോൾ വിളിക്കുന്നതിന് മുമ്പായിട്ട് ഈ പാത്രം ഈ ഒരു പെയിൻറ്റ് ബക്കറ്റ് കണ്ടു ഇതിൻ്റെ നടുക്കിരിക്കുന്നത്. ആ പെയിൻറ്റ് ബക്കറ്റിൻ്റെ അടി മമ്മി ആ പ്ലാസ്റ്റിക് ചാക്കിലെ മാറ്റി കഴിഞ്ഞ് ഈ പെയിൻറ്റ് ബക്കറ്റ് അങ്ങ് പൊക്കിയപ്പോഴത്തേക്കും അതിൻ്റെ അടിയിലും കുറേ എണ്ണം ഇരിക്കുന്നതായിട്ട് കണ്ടു. മമ്മി പറഞ്ഞു 3 കൂടുതലെണ്ണം എന്തായാലും അതിൻ്റെ കീഴുണ്ടെന്ന് പറഞ്ഞു. ഞാൻ മമ്മിയോട് പറഞ്ഞു നമുക്ക് കൊല്ലൊന്നും വേണ്ട, നമുക്ക് ഫോറസ്റ്റുകാരെ വിളിക്കാം. അങ്ങനെ വന്ന് നോക്കുകയാണെങ്കിൽ ഈ ഇവിടെ ഒരു പൈപ്പ് പോയിട്ടുണ്ട് ആ സൈഡിൽ. ഇപ്പോൾ അവർ ആ ലൈറ്റ് അടിച്ച് നോക്കുന്നിടത്ത് അവിടെ ആ ലൈറ്റിൻ്റെ അതിൽ ആ ലൈറ്റ് അടിച്ചേക്കുന്നിടത്ത് ഒരു തുളയുണ്ട്. അവിടെയാണ് ഇത് കയറിയിരിക്കുന്നത്. അപ്പോൾ എന്നാൽ അവരെ വിളിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവരെ വിളിച്ചു. അവരെ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേൻ്റെ എന്നിട്ട് പിന്നെ ഇതിൻ്റെ ചോട്ടി വന്ന് കാവലിരിക്കുകയാണ്. ഇത് ഓടിപ്പോകാതിരിക്കാൻ വേണ്ടി ഒരു 3 മണിക്കൂറെങ്കിലും നമ്മളിവിടെ കാവലിരുന്നു. അതിനിടയ്ക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു പൊത്തുണ്ട്. ആ പൊത്തിനകത്തുനിന്ന് തലയിട്ട് ഇതിൻ്റെ തള്ളപ്പാമ്പും വേറെ 2-3 കുഞ്ഞുങ്ങളും കൂടെ എത്തി നോക്കുന്നുണ്ട്. അങ്ങനത്തെ ടോട്ടൽ 11 പാമ്പിനെയാണ് നമ്മൾ കണ്ടത്. ഇതിനകത്തുനിന്ന് 11 പാമ്പിനെ കണ്ടതിൽ 8 എണ്ണത്തിന് ഇവർ വന്നിട്ട് അവർ പിടിച്ചു. 8 എണ്ണത്തിൻ്റെ ചെറിയ കുഞ്ഞുങ്ങളായിരുന്നു, അതുങ്ങളെ പിടിച്ചു. ബാക്കി ഉള്ളതിനെ പിടിക്കാനുള്ള പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മെയിനായിട്ടുള്ള അതിൻ്റെ തള്ളപ്പാമ്പിനെ പിടിക്കുക എന്നുള്ളതാണ്. അത് ഇച്ചിരി ടാസ്ക്കാണ്. കാരണം ഇതിനകത്തേക്ക് അത് ഉൾവലിഞ്ഞു. അവിടെ തറ ഇളക്കിയിട്ടും അവിടെ കല്ലൊക്കെ ഇളക്കി മാറ്റിയിട്ട് ഇതിനെ കിട്ടുന്നില്ല. കാരണം അകത്തോട്ട് വലിഞ്ഞു പോയി. അങ്ങനെ കുറേ അവർ പണിത് നോക്കി, പക്ഷേ കിട്ടുന്നില്ല. കുറേ ആ തറയുടെ ഭാഗമൊക്കെ ഇടിച്ച് പൊളിച്ച് അവർ ചോദിച്ചു നമ്മളോട് പൊളിച്ചോട്ടെ എന്ന്. അങ്ങനെ നമ്മളോട് ചോദിച്ചിട്ടാണ് അവർ പൊളിച്ചത്. കുറേ സമയം മെനക്കെട്ട് കൊണ്ട് അവർ അതിനകത്ത് പൊളിക്കാനായിട്ട് തന്നെ. അതിൻ്റെ ഉള്ളിൽ നാളുണ്ട് ഇഷ്ടണോ? ആ അതെ അതെ. പിന്നെ ചൂടിൻ്റെ ആയിരിക്കും. ആ അതല്ലേ. ആ ആ ആ അത് മുട്ടയാണോ? എത്ര മുട്ടയാണ് നോക്കി അതിൻ്റെ ഇടയ്ക്ക് എല്ലാം വിരിഞ്ഞു പോയതാണോ? അവർ പറയുന്നത് കുറേ നാളെങ്കിലും ആയി ഇതിനകത്ത് കയറിയിട്ടെന്നാണ് പറയുന്നത്. കാരണം ഇതിനകത്ത് കയറി ഇരുന്ന് മുട്ടയിട്ട് അവിടെ ഇരുന്ന് വിരിഞ്ഞ് വരാനുള്ള സമയമായില്ലേ. അപ്പോൾ ഇത് ഇന്നലെ ഒന്നും കയറിയതല്ല, കുറച്ച് നാളായി കയറിയിട്ട്. അതിനകത്തിരുന്ന് ആ മുട്ടയെല്ലാം മുട്ടയുടെ അകത്തു നിന്നൊക്കെ കുറേ വെള്ളമൊക്കെ ചാടുന്നുണ്ട് കേട്ടോ. അതായത് വിരിഞ്ഞിറങ്ങിയിട്ട് അധികം ആയില്ല എന്നാണ് തോന്നുന്നത്. കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. ഏതാണ് പാമ്പിനെ കണ്ടാലും കുഞ്ഞു പാമ്പുകളെ കണ്ടാലും ഏതാണ്ടൊരു 6-7 ദിവസമൊക്കെ. കഴിഞ്ഞ ദിവസം നമ്മൾ ടി വിയിലൊക്കെ കണ്ടുപോലെ ഒരു 6-7 ദിവസം വളർച്ചയുള്ളൊരു പാമ്പ് പോലെയാണ് തോന്നിയത്. അതാണല്ലോ മതി. നമ്മൾ കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞ ജീവൻ പോകാൻ അതാണല്ലോ മതി. എന്തായാലും ദൈവാനുഗ്രഹം കൊണ്ട് അത് കാണാൻ പറ്റി. അപ്പോൾ ഞങ്ങൾ ബാക്കിയും കൂടെ പൊളിച്ച് നോക്കട്ടെ. അവർ പറയുന്നു ഒരു പരിധിക്കുള്ളിൽ തറ ഇളക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ ചിലപ്പം പെരയ്ക്ക് ക്ഷീണമായി പോകുമെന്ന് പറഞ്ഞതുകൊണ്ട് തറ ഇളക്കുന്നത് നിർത്തി കേട്ടോ. എന്തായാലും നമ്മുടെ ഫോറസ്റ്റുകാർ സർപ്പാ ടീമാണ് അവർ. അവരുടെ ആ ഒരു എഫേർട്ട് ഭയങ്കരമായിരുന്നു കേട്ടോ. അവർ മാക്സിമം ഒരു പരമാവധി അവർ ശ്രമിച്ചു നോക്കി, കിട്ടുന്നില്ല. കാരണം ഉള്ളിലോട്ട് പോയി. കാരണം ഇനി അതിനകത്തേക്ക് പോയിക്കുന്നതിന് അവർക്ക് പുറത്തേക്ക് വരാതെ പിടിക്കാൻ പറ്റത്തില്ല. തറ ഇളക്കിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല.
അങ്ങനെ താൽക്കാലികമായിട്ട് ആ ടാസ്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ വിളിച്ചാൽ മതി, ഞങ്ങൾ വന്നോളാം, പുറത്തേക്ക് കാണും, എന്തെങ്കിലും ചെയ്താൽ അപ്പോൾ വന്നോളാം എന്ന് അവർ പറഞ്ഞു. തൽക്കാലം ഇത് അടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. കണ്ടോ പാമ്പിൻ്റെ മുട്ട കിടക്കുന്നുണ്ടോ. അപ്പോൾ എന്തായാലും അവരെ ഒരു ശരിക്കും പറഞ്ഞാൽ അവരെ അഭിനന്ദിക്കാതെ വയ്യ. എട്ടെണ്ണത്തിനെ കൈയോടെ പിടിക്കുകയും ചെയ്തു. ബാക്കിയുള്ളവരെ പിടിക്കാൻ അവർ മാക്സിമം പരിശ്രമിച്ചു, പക്ഷേ നടന്നില്ല. അങ്ങനെ ഇന്നത്തെ ഒരു ടാസ്ക് അവസാനിപ്പിച്ച് അവർ തിരിച്ചു പോവുകയാണ്. എന്തായാലും അവർക്ക് ഒരുപാട് നന്ദി ആദ്യം തന്നെ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഒരു നന്ദി വാക്ക് കൊണ്ട് തീരുന്നതല്ല അവർ നൽകുന്ന ഈ സേവനം. കാരണം പാമ്പിനെ കണ്ട് പേടിച്ച് വരണ്ടിരിക്കുന്ന നമുക്ക് അവരുടെ ഈ ഒരു സാന്നിധ്യം നമുക്ക് ഒരുപാട് ആത്മവിശ്വാസവും ധൈര്യവും നൽകുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവർക്ക് ഒരുപാട് നന്ദിയും സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു. അവരങ്ങനെ വന്നിട്ട് തിരിച്ചു പോകാണ് കേട്ടോ. ഹലോ ഗൈസ്, അങ്ങനെ ഇന്നത്തെ നമ്മുടെ പാമ്പിനെ പിടുത്തം അവർ വന്നിട്ട് പോയി. അവർ വന്നിട്ട് അതിനെ കിട്ടിയില്ല. തറ പൊളിക്കാൻ പറ്റുന്നില്ല. തറ പൊളിച്ച് കഴിഞ്ഞാൽ ചിലപ്പം അവിടെ ഇരുന്ന് പോകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തറ പൊളിച്ചില്ല. കുറേ കുത്തി പൊളിച്ചവർ, കുറേ കുത്തി പൊളിച്ചിട്ട് ബാക്കിയൊന്നും ചെയ്തില്ല. 8 പാമ്പിനാണ് നമുക്കിന്ന് കിട്ടിയത്. 8 പാമ്പ് കുഞ്ഞുങ്ങളെ കിട്ടി. എന്തോ ജീവനുള്ള പാമ്പുകൾ അതിനകത്തുണ്ട്, പക്ഷേ അവർക്ക് പിടിക്കാൻ പറ്റുന്നില്ല. കാരണം തറ പൊളിച്ച് കഴിഞ്ഞാൽ അകത്തോട്ട് പൊളിച്ചേ കയറി നോക്കാൻ വരുള്ളൂ. കുറേ മുട്ട കിട്ടി അതിനകത്തുനിന്ന്. ഒരു സൈഡ് പൊളിച്ചപ്പോൾ കുറേ മുട്ട, പാമ്പ് മുട്ട. വിരിഞ്ഞതാണോ വിരിയാത്തതാണോ സംശയം ഉണ്ടെന്ന്. വിരിഞ്ഞാന്നാ പറഞ്ഞേ? ആണോ? വിരിഞ്ഞ പാമ്പ് മുട്ടയാന്ന് പറഞ്ഞു. കുറേ കിട്ടി കേട്ടോ. അതിൻ്റെ എല്ലാം ആയിരിക്കും കുഞ്ഞുങ്ങൾ. അതെ അല്ലേ, പാമ്പുട്ടയും കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ കുറേ കുത്തി പൊളിച്ചു. 8 പാമ്പ് കുഞ്ഞുങ്ങളാണ് നമുക്ക് കിട്ടിയത്. പക്ഷേ ജീവനുള്ള അതിനകത്ത് നമ്മൾ ലൈവായിട്ട് അതിനകത്ത് ഇരിക്കുന്നത് കണ്ട്. ഇതിനകത്ത് ഒരു 2-3 എണ്ണം കൂടെ നമ്മൾ അതിനകത്ത് ഇരിക്കുന്നുണ്ട്. ഒരു വലിയ പാമ്പും കുഞ്ഞുങ്ങളും അതിനകത്ത് ഇരിപ്പുണ്ട്. പക്ഷേ അതിനെ എടുക്കാൻ പറ്റുന്നില്ല. തറ പൊളിക്കാതെ അകത്തോട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ അവർ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുവാണെങ്കിൽ വിളിച്ചാൽ മതി, വരുമെന്നുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മൾ വിട്ടു പോകത്തേ ഉള്ളൂ. കാണിച്ചു തരാം. നമ്മുടെ തറയുടെ ഇത്ര ഭാഗം ഒരു അൽവാങ്കൊക്കെ വെച്ച് കുത്തി പൊളിച്ചു. പക്ഷേ അതിനകത്തു നിന്നാണ്, ഈ പൊളിച്ച ഭാഗത്തു നിന്നാണ് ഇതുണ്ട് പാമ്പിൻ്റെ മുട്ട കിട്ടിയേക്കുന്നത്. പിരിഞ്ഞ മുട്ടയാണെന്നാണ് പറഞ്ഞത്. ഇല്ല, പാമ്പിൻ്റെ മുട്ടയാണ്, പിരിഞ്ഞ മുട്ടയാണ്. തള്ളപ്പാമ്പ് അതിനകത്തുണ്ട്, തള്ളപ്പാമ്പ് അതിനകത്ത് ഇരിപ്പുണ്ട്. പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എടുക്കാനായിട്ട് പറ്റുന്നില്ല. തറ പൊളിച്ച് കഴിഞ്ഞാൽ ചിലപ്പം ചിലപ്പോൾ ഇന്ന് പോയെങ്കിലും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ തറ പൊളിക്കാതിരുന്നത്. വീട് പൊളിഞ്ഞ് പോയാൽ പിന്നെ പണിയാവില്ല. അതുകൊണ്ട് അവരെ കല്ല് പിന്നെ എടുത്തില്ല, ഒരു കല്ല് എടുത്ത് മാറ്റിയുള്ളൂ. അത്രയും കുത്തി പൊളിച്ചുള്ളൂ, മൊത്തം പൊളിച്ചില്ല. മൊത്തം പൊളിക്കണ്ട, ഇറങ്ങി പൊക്കോളൂ എന്നവർ പറഞ്ഞു. ഇന്നൊന്നെങ്കിൽ ദിവസത്തേക്ക് തുറന്നിട്ട് വരികയെന്നവർ പറഞ്ഞു. ഒരു കാരണത്തിൽ അകത്തോട്ട് വരികയല്ല. വരുവാണെങ്കിൽ പൈപ്പിൽ കൂടെ കയറായാലേ വരാൻ പറ്റുള്ളൂ. പൈപ്പിൽ കൂടെ കയറാനൊരു ചാൻസും ഇല്ല. അപ്പോൾ വരികയില്ല. ഇവിടെ അടുത്തെവിടെയെങ്കിലും വല്ല പടുതാക്കുളം എന്തെങ്കിലും ഉണ്ടോ എന്ന് അവർ ചോദിച്ചു. പടുതാക്കുളം ഉണ്ടെങ്കിൽ ഇങ്ങനെ പാമ്പ് വരാൻ സാധ്യതയുണ്ട്. അവർ അങ്ങനെ പാമ്പിനെ പിടിച്ചിട്ട് പോയി കേട്ടോ. 8 കുഞ്ഞുങ്ങളെയാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. 8 പാമ്പ് കുഞ്ഞുങ്ങളെ. അങ്ങനെ നമ്മുടെ പാമ്പ് പിടുത്തം ഇതുവരെ ആയി കേട്ടോ. പാമ്പിനെ കണ്ടിടം നമ്മൾ ഫുള്ള് കോൺക്രീറ്റ് ചെയ്ത് അടച്ചിരിക്കുകയാണ്. നമുക്ക് അകത്തുനിന്ന് അതിനെ പിടിക്കാൻ പറ്റിയില്ല. അകത്തേക്കിട്ട് അടച്ചവർ പറഞ്ഞ സാധനം ചത്തുപോകത്തേ ഉള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ ഇത് പൊട്ടിച്ചുകൊണ്ട് നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് ഇത് പൊട്ടിച്ചുകൊണ്ട് ചാടി വരുമെന്ന് പറഞ്ഞു. പൊട്ടിച്ചുകൊണ്ട് ചാടി വന്നില്ലെങ്കിൽ അത് ചത്തുപോകും. അതായത് രക്ഷയുള്ളൂ. നമുക്കകത്ത് ഇത് തറ പൊളിച്ചിട്ട് പിടിക്കാനൊന്നും പറ്റിയല്ലോ. തറ ഫുള്ളായിട്ട് പൊളിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് വേറെ അകത്തേക്കൊന്നും കയറാനുള്ള വകുപ്പൊന്നുമില്ല. ഫുള്ള് അകത്ത് നമ്മൾ മുഴുവൻ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ ഇത് പൊളിച്ചുകൊണ്ട് പുറത്തോട്ട് ചാടുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ 8 പാമ്പും കുഞ്ഞുങ്ങളെയും പിടിച്ചു. ബാക്കി ഒരു 3 എണ്ണത്തിനെ കണ്ടു. ഒരു വലിയ പാമ്പിനെയും ബാക്കി കുഞ്ഞുങ്ങളെയും കണ്ടു. അതിൻ്റെ തള്ളപ്പാമ്പിന് കുഞ്ഞുങ്ങളെയും 2 കുഞ്ഞുങ്ങളെയും കൂടെ കണ്ടു. അങ്ങനെ 11 പാമ്പിനെ നമ്മൾ കണ്ടു. ഇതിനകത്തിപ്പോൾ എത്ര എണ്ണം ഉണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പം 10, 30, 40 എണ്ണം 50 ഒക്കെ ഇത് മുട്ടയിട്ട് വിരിയാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് അത്രയും ചിലപ്പോൾ കുഞ്ഞുങ്ങൾ കാണും, ചിലപ്പോൾ കാണാതിരിക്കാം. ഇപ്പോൾ കേസ് ഇതാണ് നമ്മുടെ ബാത്റൂമിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. ബാത്റൂമിലേക്ക് കയറി വരാനായിട്ട് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. അവർ പറഞ്ഞേക്കുന്നത് ഒന്നുമില്ല. ഇവിടെ ഒരു ചെറിയ, അതായത് ഇവിടെ ഈ ടൈലിൻ്റെ ചെറിയൊരു ഇതുണ്ടായിരുന്നു, ഒരു പൊട്ടൽ പോലെ. അവിടെയൊക്കെ നമ്മൾ അടച്ചു വിട്ട് വേറെ ഒന്നും അങ്ങനെ അതിലിങ്ങനെ കയറി വരികയല്ലെന്നാണ് പറഞ്ഞത്. കാരണം ഭിത്തിയോട് ചേർന്നുള്ളതാണ്. പുറത്തെ ഭിത്തിയില്ല, അകത്തെ ഭിത്തിയാണ്. അത് വരാനായിട്ടൊരു വഴിയില്ല. അങ്ങനെ ബാത്റൂമിൻ്റെ അവിടെ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറി വരാൻ സാധ്യതയുള്ളത് ഇവിടുത്തെ ഈ പൊത്താണ്. ഈ പൊത്തും പക്ഷേ അത് പൈപ്പിൻ്റെ പൊത്താണ്. അത് കയറി വരാനായിട്ട് വഴിയില്ല എന്ന് പറയുന്നു. എന്നാലും എനിക്കൊരു ധൈര്യക്കുറവുണ്ട് കേട്ടോ. അപ്പോൾ തൽക്കാലം ഇന്നത്തെ പാമ്പ് പിടുത്തം ഇവിടെ അവസാനിച്ചു. അപ്പോൾ എല്ലാവരോടും പറയാനുള്ള ഒരേ ഒരു കാര്യമുള്ളൂ, ഈ സമയത്ത് പാമ്പുകൾ കണ്ടമാനം വരുന്ന സമയമാണ്. പാമ്പുകൾ മുട്ടയിട്ട് വിരിയുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. പിള്ളേരുള്ളവരും നമുക്ക് കുഞ്ഞുങ്ങളെന്നുള്ളത് നമ്മൾ ഒരിക്കലും അറിയില്ല. അവർ ഇറങ്ങി നടക്കുമ്പം ഒരു ചുമ്മാ കൊതുക് കടിക്കുന്ന പോലെ വന്നത് കടിച്ചിട്ട് കൂടുതൽ അറിയില്ല. നമുക്ക് പറയാം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ടെൻഷൻ എനിക്കുണ്ടായിരുന്നത്. കാരണം പിള്ളേർ ഇവരിങ്ങനെ ഇറങ്ങി നടക്കുകയും ചെയ്യും. എന്തെങ്കിലും കാരണവശാൽ നമുക്ക് ഇവർ മുറ്റത്തോടെ ഇറങ്ങിയിട്ടും പെരക്കാത്തോടെ കയറി നടക്കുകയും ചെയ്യും. ജസ്റ്റ് വാക്കക്കൂടെ കയറി വരാനായിട്ട് ഇതിനധികം ഇതൊന്നും കുഞ്ഞല്ലേ കയറുക. നമുക്ക് ഈ കഥകിനിടയ്ക്കൂടെ ഒന്നും കയറി വന്നാൽ അറിയുക പോലും ഇല്ല. ചെറിയ വിടവ് മതി. കാരണം മുറ്റത്തിരുന്ന ഒരു പെയിൻറ്റ് ബക്കറ്റാണ്. ഒരു 10 ലിറ്റർ പെയിൻറ്റ് അതിനകത്തുണ്ട്. അവിടെ മണ്ണിങ്ങനെ പൊതിഞ്ഞ് ഇച്ചിരി പതുങ്ങി കിടക്കുന്ന
ആ മണ്ണിനടിയിൽ കൂടെ നൂഴുന്നാന്ന് തോന്നി ഇങ്ങനെ അടിയിൽ കയറിയത്. കാരണം അത്രയ്ക്കും സ്പേസ് ഒന്നും വേണ്ട, ഒരു പൊടി പോലെ ഒരു ഇങ്ങനെ ബ്ലേഡ് കനത്തിലുള്ള സ്പേസ് മതി ഈ സാധനത്തിന് കയറാനായിട്ട്. അതാണ് നമ്മളെ ശരിക്കും പേടിപ്പെടുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്, കരുതിയിരിക്കുക, ശ്രദ്ധിക്കുക. ഇത്രയും ഇവിടെയൊക്കെയാണ് നല്ല നീറ്റായിട്ട് നല്ല വൃത്തിയായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഫുള്ള് നീറ്റാണ്, ഒരു മോശവും വൃത്തികേടോ ഒന്നുമില്ല, ഒരു കാടോ പള്ളിയോ പുല്ലോ ഒന്നുമില്ല. എന്നിട്ട് പോലും അവിടെ വന്ന് കയറി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പരമാവധി ശ്രദ്ധിക്കാമെന്ന് മാത്രമേ ഉള്ളൂ, വേറെ നിർവാഹമൊന്നുമില്ല. എവിടുന്നെങ്കിലുമൊക്കെ ഒരുപാട് ദൂരെ നിന്നൊക്കെ ആയിരിക്കും സാധനമൊക്കെ വന്ന് കയറുന്നത്, അല്ല സ്ഥിരം പാമ്പ് വരുന്ന സ്ഥലങ്ങളൊന്നുമല്ല. നമ്മൾ ഈ പെര വെച്ച പിന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇവിടെ പാമ്പിനെ കാണുന്നത്. നമ്മുടെ പെരയുടെ അവിടെ ഒരു ചെറിയൊരു പൊത്ത് അവിടെ കിടന്നു എന്നുള്ളതാണ് കാരണം. അത് കൃത്യം ബാത്റൂമിൻ്റെ ആ ഭാഗത്ത്. അപ്പം ബാത്റൂമിൻ്റെ അവിടെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു തണുപ്പും നനവും ഒക്കെ ചിലപ്പോൾ കിട്ടുമായിരിക്കും ഇതിന് അടിവശത്ത്, അറിയില്ല. നനവ് കിട്ടാൻ വഴിയൊന്നുമില്ല, ലീക്കൊന്നുമില്ല. പക്ഷേ ഇതിൽ തണുപ്പൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. തറയിൽ കയറി കഴിഞ്ഞാൽ തന്നെ തണുപ്പ് കിട്ടുമല്ലോ. അപ്പോൾ ചെറിയ തുളകളൊക്കെ നമ്മുടെ വീടിൻ്റെ ഭിത്തി സൈഡിലോ തറകളിലൊക്കെ ഉണ്ടെങ്കിൽ അടച്ചു വിടുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ വരാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പിനെ കണ്ടാൽ ടെൻഷൻ അടിക്കാതിരിക്കുക. നമ്മൾ പരമാവധി നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നമ്മൾ കൈകാര്യം ചെയ്യുക, ഇല്ലെങ്കിൽ ഇങ്ങനെ ഇവരുടെ സഹായം തേടുക. സർപ്പ ടീം അതുപോലെ തന്നെ ഫോറസ്റ്റുകാർ അവരെ അറിയിക്കുക, അവർ വന്നവർ പിടിച്ചുകൊണ്ട് പൊക്കോളും. അപ്പോൾ എന്തായാലും ഇവിടെ വന്നവർ നല്ല രീതിയിൽ അവർ നല്ല സഹകരണമായിരുന്നു. അവർക്ക് നല്ലപോലെ കഷ്ടപ്പെട്ടു. അവരിവിടെ വന്ന് ഒരു 1.5 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് അവരിവിടെ വന്നത്. അവർ നല്ല ഭംഗിയായിട്ട് കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തു. എന്തായാലും അവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് കേട്ടോ. അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണാൻ എല്ലാവർക്കും ടാറ്റാ, ബൈ.